നമസ്കാരം. കായംകുളം എം.എൽ.എ. പ്രതിഭയുടെ മകൻ കനിവിനെ കഞ്ചാവുമായി എക്സൈസ് പിടികൂടിയതും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടതും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ സ്ഥലം മാറ്റിയതുമൊക്കെ വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണല്ലോ. അതിൻ്റെ പുകിലുകൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. മകനെ കഞ്ചാവ് കേസിൽ പിടികൂടിയ സംഭവത്തിൽ പ്രതിഭയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് CPM വിട്ട് BJPയിലേക്ക് ചേക്കേറിയ ബിപിൻ സി ബാബു. പ്രതിഭയും ബിപിൻ സി ബാബുവും കായംകുളംകാരാണ്. ഇരുവരുടെയും പ്രവർത്തന മണ്ഡലവും ഒന്നാണ്. മകന്റെ കഞ്ചാവ് വിഷയത്തിൽ പ്രതിഭയെ പിന്തുണയ്ക്കാൻ ഒരൊറ്റ CPM നേതാവും എത്തിയിരുന്നില്ല എന്നതും ആ അവസരത്തിൽ പിന്തുണയുമായി ബിപിൻ സി ബാബു എത്തിയതും ശ്രദ്ധേയമാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പ്രതിഭയെ BJPയിലേക്ക് ബിപിൻ ബാബു ക്ഷണിച്ചിരിക്കുന്നത്. അമ്മ എന്ന നിലയിൽ പ്രതിഭയുടെ വികാരത്തെ മാനിക്കണമെന്നൊക്കെയാണ് ബിപിൻ സി ബാബുവിൻ്റെ ന്യായീകരണം. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, 2 ദിവസമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ ഒരു അമ്മയെയും മകനെയും തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 9 കുട്ടികളുടെ ഭാവിയാണ് ഇതിലൂടെ നിങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ആ കുഞ്ഞുങ്ങളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണമായിരുന്നു. അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും യാതൊരു രീതിയിലും അവർക്ക് പിന്തുണ നൽകിയില്ല. അവരെ വളഞ്ഞിട്ടാക്രമിച്ച രീതി തികച്ചും അപലപനീയമാണ്. എന്തെങ്കിലും സാഹചര്യത്തിൽ അവരിൽ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്തി അവരെ നല്ലതിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. നാളെയുടെ വാഗ്ദാനങ്ങളാണിവർ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിന്നില്ല. നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ദേശീയതയിലേക്ക് ഞാൻ പ്രിയപ്പെട്ട MLAയെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെയാണ് ബിപിൻ സി ബാബു തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ കുറിപ്പ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ തോന്നുന്നത് ബിപിൻ സി ബാബു പ്രതിഭയെ ട്രോളിയതാണോ എന്നാണ്. കഞ്ചാവടിച്ച് കിളിപോയിരിക്കുന്ന ഒരുത്തനും അവൻ്റെ കുടുംബത്തിനും പിന്തുണ നൽകിയില്ലെന്ന് ബിപിൻ സി ബാബു പറയുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോഴും CPMൻ്റെ ഹാങ് ഓവർ വിട്ടുപോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഇത്തരം കേസുകളെയൊക്കെ CPM അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളും ന്യായീകരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല. പ്രതിഭ കായംകുളത്തെ DYFI നേതൃത്വവുമായി പോലും ഇടഞ്ഞു നിൽക്കുകയാണ്. അതൊക്കെ പലപ്പോഴും മറന്നേക്ക് പുറത്തു വന്നിട്ടുമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറച്ചു കാലങ്ങൾക്ക് മുൻപ് പ്രതിഭയും DYFI പ്രാദേശിക നേതൃത്വവും നടത്തിയ പോരാട്ടം നമ്മളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ പ്രതിഭയുടെ മകൻ കഞ്ചാവുമായി പിടിയിലായ സംഭവത്തിനു പിന്നിലും പാർട്ടിയിലുള്ളവരുടെ തന്നെ ചില ഇടപെടലുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ബിപിൻ സി ബാബു, മധു മുല്ലശ്ശേരി, മിഥുൻ മുല്ലശ്ശേരി ഇവരൊക്കെ CPMൽ നിന്ന് BJPയിലേക്ക് ചേക്കേറിയിരിക്കുകയാണ്. ഇനിയുള്ള കാലം CPMൽ തുടരുന്നത് പന്തിയല്ല എന്ന തിരിച്ചറിവിൽ BJPയിലേക്ക് വരുന്നവരും വരാനിരിക്കുന്നവരുമൊക്കെയുണ്ട്. ഇവരൊക്കെ BJPയിലേക്ക് വന്നാൽ ഒടുവിൽ BJPയുടെ അവസ്ഥ എന്താകുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.